എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വിക്രത്തിൻ്റെ ഫാനാണ്. ഞാൻ വിജയുടെ ഫാനോ സൂര്യയുടെ ഫാനോ ഒന്നുമല്ല, വിക്രത്തിൻ്റെ ഫാനാണ്. കറുപ്പ് സിനിമ എന്ന് പറയുമ്പോൾ അത് സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം അനിവാര്യമാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് പുള്ളി നിൽക്കുന്നത്. ഇപ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഫാൻ ഫൈറ്റ് നോക്കിയാൽ മലയാളത്തിൽ പറയുന്നത് എങ്ങനെയാണ്, മോഹൻലാൽ മമ്മൂട്ടി. അതുപോലെ തമിഴിൽ വിജയ് ഫാനാണോ സൂര്യ ഫാനാണോ, അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് പൊതുവേ. ഞാനായാലും നിങ്ങളെല്ലാം ചോദിക്കുന്നത് എങ്ങനെ, നിങ്ങളൊരു മോഹൻലാൽ ഫാനാണോ മമ്മൂട്ടി ഫാനാണോ. അതുപോലെ തമിഴിൽ ചോദിക്കുന്നത് വിജയ് ഫാനാണോ സൂര്യ ഫാനാണോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സൂര്യയുടെ അവസാനത്തെ കുറച്ച് പടങ്ങളൊക്കെ ഒന്ന് ഫ്ലോപ്പായി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊരു വിജയം അനിവാര്യമാണ് തീർച്ചയായും. ഇപ്പോൾ വിജയ് ഒന്ന് കയറി നിൽക്കുകയും കൂടെയാണ് ചീഫ് മിനിസ്റ്ററൊക്കെ ആയിട്ട്. അപ്പോൾ തീർച്ചയായും വിജയം വേണ്ട ഒരു സമയമാണ്. ട്രെയിലർ കണ്ടപ്പോൾ കുഴപ്പമില്ല, ട്രെയിലറും ആ ഒരു സംഭവങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. തീർച്ചയായും വിജയിക്കണം. പക്ഷേ വിജയിച്ചില്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ലാത്തൊരു വിജയം കിട്ടുമെന്ന് തോന്നുന്നു കണ്ടിട്ട്, അങ്ങനെയാണ് തോന്നുന്നത്. കറുപ്പിൻ്റെ എക്സ്പെക്റ്റേഷൻ കാരണം സൂര്യയുടെ കുറച്ച് പടങ്ങളൊക്കെ ലാസ്റ്റ് പടങ്ങളൊക്കെ കുറച്ച് വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ എത്ര ഒരു ഇതായി സക്സസ്ഫുൾ റേറ്റുള്ളതല്ല. പക്ഷെ കറുപ്പിന് അത്യാവശ്യം ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രോമിസിങ് ആയി തോന്നുന്നുണ്ട്. അതിനി കണ്ടിറങ്ങാം. കാരണം ഇനിയിപ്പം നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ വിജയ് സൂര്യ എന്നുള്ളൊരു സംഭവമാണ് ഉള്ളത്. ആ ഒരു ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിജയ് സൂര്യ എന്നുള്ളത്, ഇപ്പോൾ വിജയ് എന്നുള്ള ആൾ ഇപ്പം സിനിമ വിട്ടു. അപ്പോൾ ഇനി സൂര്യ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും. അപ്പോൾ അത് പുള്ളി നന്നായി ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും.